മണികണ്ഠ ദർശനം കഴിഞ്ഞാൽ പിന്നെ അയ്യപ്പ ഭക്തർ നേരെ എത്തുക മാളികപ്പുറത്തേക്ക്. മാളികപ്പുറത്തമ്മ മറുനാട്ടുകാർക്ക് മഞ്ചമാതാവാണ്. മഞ്ചമാത എന്നാൽ മഞ്ഞൾ മാതാവ്. ഇരുമുടിക്കെട്ടിലെ മഞ്ഞളും മഞ്ഞൾ പൊതിഞ്ഞ നാളികേരവും മാളികപ്പുറത്തേക്കുള്ളതാണ്. മഞ്ഞൾപ്പൊടി ചിലർ മാളികപ്പുറത്തമ്മയുടെ ശ്രീകോവിലിന് ചുറ്റും തൂകും. മറ്റു ചിലർ സമീപത്തെ നാഗത്താൻ നടയിൽ സമർപ്പിക്കും. മാളികപ്പുറത്തെ പ്രസാദം പോലും പനിനീരിൽ ചാലിച്ചരച്ച മഞ്ഞളാണ്. മാളികപ്പുറത്ത് മഞ്ഞൾ ഇത്രയേറെ സവിശേഷമാകാൻ കാരണമുണ്ട്. മാളികപ്പുറം മേൽശാന്തി മനു നമ്പൂതിരി പറയുന്നതിങ്ങനെ: പാർവതി ദേവി പണ്ട് ശരീരത്തെ അഴിഞ്ഞുകൂടിയിരിക്കുന്ന അഴുക്കുകളൊക്കെ കളയാൻ വേണ്ടി മഞ്ഞൾപ്പൊടി തേച്ച് അതിൽ നിന്നും ഉണ്ടായ അഴുക്കെല്ലാം എടുത്തിട്ടാണ് ഗണപതി രൂപം ഉണ്ടാക്കി ഗണപതി ഉണ്ടായത്. അങ്ങനെയാണെന്നൊരു ചരിത്രം പറയുന്നുണ്ട്. അപ്പോൾ ആ കാലം മുതലേ പാർവതി ദേവി അല്ലെങ്കിൽ ദുർഗാദേവിയായിട്ട് മഞ്ഞളുമായിട്ട് അഭേദ്യമായ ബന്ധം പറയുന്നുണ്ട്. മറ്റൊന്ന് മഞ്ഞൾപ്പുറ വഴിപാടാണ്. രോഗശാന്തിക്കും ആയുരാരോഗ്യ സൗഖ്യത്തിനുമാണ് മഞ്ഞൾപ്പുറ സമർപ്പിക്കുന്നതെന്നാണ് വിശ്വാസം. മഞ്ഞൾ നമുക്ക് അഭിഷേകം ചെയ്ത ആ മഞ്ഞളാണ് നമ്മൾ പ്രസാദമായിട്ട് നമ്മൾ പുറത്ത് ഭക്തജനങ്ങൾക്ക് കൊടുക്കുന്നത്. ഒപ്പം തന്നെ ആ ദേവിക്ക് സമർപ്പിക്കുന്നു. മഞ്ഞൾ ആ ശരീരത്തെ തേക്കാൻ വേണ്ടിയിട്ട് മഞ്ഞൾ നമ്മൾ ഭക്തജനങ്ങൾക്ക് സമർപ്പിക്കുന്ന ഇടങ്ങാണ് ഈ മഞ്ഞൾ പറ എന്ന് പറയുന്നത്. ഭസ്മാഭിഷേക പ്രിയനാണ് അയ്യപ്പനെങ്കിൽ മാളികപ്പുറത്ത് ദേവീ വിഗ്രഹം മഞ്ഞൾ മൂടിയാണ് നടയടയ്ക്കാറ്.